أعوذ بالله من الشيطان الرجيم أجعلتم سقاية الحاج وعمارة المسجد الحرام كمن آمن بالله واليوم الآخر وجاهد في سبيل الله لا يستوون عند الله والله لا يهدي القوم الظالمين. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പരമകാരുണ്യവും കരുണാനിധിയുമായ പടച്ച റബ്ബിൻ്റെ വിധിവിലക്കുകൾ കഴിയുന്നത്ര ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയുള്ളതായി ജീവിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കണമെന്ന് എന്നോടും എല്ലാവരോടും ആദ്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ് പരിശുദ്ധ റമദാൻ. മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൻ്റെ ആഗമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഈ പരിശുദ്ധ റമദാൻ നമ്മുടെ ഒരു പക്ഷേ ജീവിതത്തിലെ അവസാനത്തെ റമദാനായിരിക്കും എന്ന ഉദ്ദേശത്തോടെ തന്നെ ഒരിക്കലും ഈ റമദാനിൻ്റെ പ്രതിഫലം, പുണ്യം എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്ന ദൃഢനിശ്ചയത്തോടു കൂടി റമദാനെ പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കണമെന്ന് ആമുഖമായി എല്ലാവരും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ തന്നെ ഈ സമയത്ത് ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതും അല്ലാഹു തആല നമുക്ക് അനുവദിച്ച ഭക്ഷണപാനീയങ്ങളും മറ്റുമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നോമ്പ് നിൽക്കുന്നതുമൊക്കെ ഈ ദുനിയാവിൽ നമ്മൾ വളരെ കുറഞ്ഞ കാലം മാത്രമേ ജീവിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ശാശ്വതമായ ഒരു ജീവിതം നമുക്ക് വരാനുണ്ട്. ആ ശാശ്വതമായ ജീവിതമാണ് യഥാർത്ഥമായ ജീവിതം. അതാണ് ഓരോ വിശ്വാസികളുടെയും ലക്ഷ്യവും. ആ പരലോക ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കണം. അവിടെ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അവിടെ സ്വർഗം ലഭിക്കണം. ഭയാനകമായ നരകത്തിൽ നിന്ന് രക്ഷ ലഭിക്കണം. അതിന് വേണ്ടിയാണ് നമ്മൾ നോമനുഷ്ഠിക്കുന്നതും നമസ്കരിക്കുന്നതും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും എല്ലാ പുണ്യകർമ്മങ്ങളും ചെയ്യുന്നതുമൊക്കെ. പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ എല്ലാ വർഷവും നോമനുഷ്ഠിക്കുന്നു, നമ്മൾ നമസ്കരിക്കുന്നു, ധാരാളമായി പണം ചെലവഴിച്ച് ഹജ്ജിന് പോയി, ഉംറക്ക് പോയി, സ്വതക്കകൾ ചെയ്തു, ഇതൊക്കെ ചെയ്തിട്ടും നാളെ പരലോകത്ത് ഇതൊന്നും നമുക്ക് പ്രതിഫലമായി ലഭിക്കാത്ത, ഇതൊന്നും ഉപകാരപ്പെടാത്ത ഒരു സാഹചര്യം വന്നാൽ അത് എത്രമാത്രം പ്രയാസകരമായിരിക്കും. എന്നാൽ ഇസ്ലാമിക പ്രമാണം, വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ തിരുവചനവുമൊക്കെ നമ്മൾ പ്രതിഫലം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ നാളെ പടച്ചവന്റെ മുമ്പിൽ പ്രതിഫലം ലഭിക്കാതെ നിഷ്ഫലമായി പോകുന്ന ഗൗരവമായ ചില കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ കർമ്മങ്ങൾ പടച്ച റബ്ബ് സ്വീകരിക്കണമെങ്കിൽ നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, സകാത്താവട്ടെ, ഹജ്ജാവട്ടെ, ഏത് പുണ്യകർമ്മമാണെങ്കിലും അത് പടച്ച റബ്ബ് സ്വീകരിക്കണമെങ്കിലും അതിന് ചില മാനദണ്ഡങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് ചെയ്തെങ്കിൽ മാത്രമേ പടച്ച റബ്ബ് നമ്മുടെ കർമ്മം നമ്മിൽ സ്വീകരിക്കുകയുള്ളൂ. ഞാൻ ആമുഖമായ ഒരു വിശുദ്ധ വചനം നിങ്ങൾ ഓതി കേൾപ്പിച്ചു വരാം. സൂറത്തുൽ തൗബയിലുള്ള 19-ാമത്തെ വചനമാണ്. എന്താണ് ആ വചനം? അജഅൽതും സിഖായത്തുൽ ഹാജ്. ഈ പരിശുദ്ധ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് വെള്ളം കുടിക്കാൻ നൽകുന്നത് ഇമാറത്തുൽ മസ്ജിദിൽ ഹറാം, പരിശുദ്ധ മസ്ജിദ് ഹറാമിനെ പരിപാലിക്കുന്നതും കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വജാഹദ ഫീ സബീലില്ലാഹി, അള്ളാഹുവിൽ വിശ്വസിക്കുകയും അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ സമരം ചെയ്യുകയും ചെയ്തവരെ പോലെ നിങ്ങളാക്കുകയാണോ? ലാ യസ്തവൂന ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ അവർ സമമാവുകയില്ല എന്ന് പറഞ്ഞാൽ മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചു. മക്കയിലേക്ക് ഹജ്ജിൻ്റെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് അവർക്ക് ദാഹം അകറ്റാൻ വേണ്ടി വെള്ളം കുടിക്കുന്നത് പുണ്യകർമ്മമാണ്. അതേപോലെ മസ്ജിദുൽ ഹറാമിനെ പരിപാലിക്കുക, അത് പുണ്യകർമ്മമാണ്. അത് എല്ലാ കാലത്തും എല്ലാ ജനവിഭാഗങ്ങളും അത് പുണ്യകർമ്മമായിക്കൊണ്ട് കരുതിയിരുന്നു. മഹാനായ പ്രവാചകൻ വിഷയം പറഞ്ഞു. അപ്പോൾ മഹാനായ പ്രവാചകൻ ഈ വിഷയം പഠിപ്പിച്ചപ്പോൾ അവിടെയുള്ള മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു,
ഈ പുണ്യകർമ്മമായി നിങ്ങൾ പറയുന്ന വിഷയം ഈ ഹജ്ജിന് വരുന്ന ആൾക്ക് വെള്ളം കൊടുക്കുകയും അതേപോലെ ഈ മസ്ജിദുൽ ഹറാമിന് പരിപാലിക്കലുമൊക്കെയാണോ? എങ്കിൽ ആ കർമ്മങ്ങൾ ഞങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. ഈ പുണ്യമായി പറയുന്ന ഈ കർമ്മങ്ങളൊക്കെ ഞങ്ങൾ നിർവഹിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനെപ്പറ്റിയാണ് ഖുർആൻ ഈ വിഷയം പറയുന്നത്. ലാ യസ്തഊന ഇൻദല്ലാഹ്, എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അവ രണ്ടും ഒരേപോലെയല്ല. വിശ്വാസികൾ മസ്ജിദുൽ ഹറാമിനെ പരിപാലിക്കുന്നതും ഹജ്ജിന് വരുന്നവർക്ക് വെള്ളം കൊടുക്കുന്നതും ദാഹം അകറ്റുന്നതും, എന്നാൽ മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തതും രണ്ടും ഒരേപോലെയല്ല എന്ന് മഹാവിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചു. എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അതായത് നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം പടച്ച റബ്ബ് സ്വീകരിക്കണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ഒന്നാമത്തെ മാനദണ്ഡം, നമ്മൾ ഏത് കർമ്മവും നമ്മിൽ നിന്ന് പടച്ച റബ്ബ് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസം ശരിയാവണം. അള്ളാഹുവിന്റെ വിശ്വാസം, ആ കറകളഞ്ഞ ഏകദൈവ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് അത് സ്വീകരിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ പടച്ച റബ്ബ് നമ്മിൽ നിന്ന് കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വചനമുണ്ട്. വലഖദ് ഊഹിയ ഇലൈക വഇല الذين من قبلك ലഇൻ അശ്റകത ലയഹബതന അമലുക വലതകൂനന മിൻ ഖാസിരിൻ. മഹാനായ പ്രവാചകനെ പറ്റി ഖുർആൻ പറയുകയാണ്. പ്രവാചകനെ താങ്കൾക്ക് നാം ദിവ്യബോധം നൽകിയിരിക്കുന്നു. വലഖദ് ഊഹിയ ഇലൈക വഇല الذين من قبلك, താങ്കൾക്ക് മാത്രമല്ല താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാർക്കും നാം ദിവ്യ സന്ദേശം നൽകിയിരിക്കുന്നു. ലഇൻ അശ്റകത, താങ്കൾ എങ്ങാനും ശിർക്ക് ചെയ്യുകയാണെങ്കിൽ, അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണല്ലേ. അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട ആരാധനാ കർമ്മങ്ങൾ, ആ ആരാധനാ കർമ്മങ്ങൾ ഏത് ഇനമാവട്ടെ, അത് പ്രാർത്ഥനയാകട്ടെ, അത് നമസ്കാരമാകട്ടെ, അത് നേർച്ച വഴിപാടുകളാകട്ടെ, മറ്റ് എന്താകട്ടെ, അള്ളാഹുവിന് മാത്രം സമർപ്പിക്കണമെന്ന് ഖുർആൻ പഠിപ്പിച്ച ആരാധനാ കർമ്മങ്ങൾ മറ്റ് ഏതെങ്കിലും ഒന്നും അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും, അത് അള്ളാഹുവിൻ്റെ മലക്കുകളാകട്ടെ, പ്രവാചകന്മാരാകട്ടെ, ഔലിയാക്കളാകട്ടെ, അമ്പിയാക്കളാകട്ടെ, ജാലങ്ങൾക്കാകട്ടെ, അതേപോലെ തന്നെ മറ്റ് മക്ബറുകളാകട്ടെ, ആർക്കാവട്ടെ, അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ഒരു ആരാധനാ കർമ്മം അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിച്ചാൽ അഥവാ ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, താങ്കളുടെ കർമ്മങ്ങൾ മുഴുവൻ പാഴായി പോവുക തന്നെ ചെയ്യും. വലതകൂനന്ന മിനൽ ഖാസിരിൻ, താങ്കൾ അങ്ങനെ നഷ്ടക്കാരിൽ അകപ്പെടുകയും ചെയ്യും. ഖുർആൻ്റെ ഈ വിഷയം ഓർമ്മപ്പെടുത്തി വളരെ ഗൗരവമായി നമ്മൾ ഉൾക്കൊള്ളുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ മനുഷ്യ സമൂഹത്തോട് ജനങ്ങളോട് നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല, അള്ളാഹു അല്ലാത്ത മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ഇത്ര ഗൗരവമായി പറയുന്നത്? അങ്ങനെ ചെയ്താൽ നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ ഹജ്ജ്, ഇതൊന്നും പടച്ച റബ്ബിൻ്റെ അടുക്കൽ യാതൊരു വിലയും ഉണ്ടാവുകയില്ല. ലയഹ്ബതന്ന അമലുക, നിങ്ങളുടെ കർമ്മം പാഴായി പോവുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, വഖദിംന ഇലാ മാ അമിലു മിൻ അമലിൻ, സത്യനിഷേധികൾ, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആളുകൾ, ശിർക്ക് ചെയ്യുന്ന ആളുകൾ, അവർ ദുനിയാവിൽ എത്ര കർമ്മങ്ങൾ ചെയ്താലും ആ കർമ്മങ്ങളിലേക്ക് നാം തിരിഞ്ഞ് ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ, അത് ചിതറിയ ധൂളി പോലെയാക്കി മാറ്റും. എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ എത്രത്തോളം കർമ്മങ്ങൾ ചെയ്താലും ആ കർമ്മങ്ങളുടെ കൂടെ ശിർക്കിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം, ഏതെങ്കിലും ശിർക്ക് തമ്മിൽ വന്നു പോയാൽ ആ ശിർക്കോട് കൂടി നമ്മുടെ എല്ലാ പുണ്യകർമ്മങ്ങളും നഷ്ടപ്പെട്ടു പോകുമെന്ന വളരെ ഗൗരവമായ ഉത്ബോധനം നമ്മൾ എപ്പോഴും ഉൾക്കൊള്ളണം. അതേപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് മാനദണ്ഡങ്ങൾ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. സംക്ഷിപ്തമായിക്കൊണ്ട് മാത്രം ചില കാര്യങ്ങൾ എണ്ണിപ്പറയും. ഒന്നാമതായിക്കൊണ്ട് പടച്ച റബ്ബ് നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ പുണ്യകർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ശരിയായ വിശ്വാസമാണ്. ശരിയായ വിശ്വാസത്തോടു കൂടി കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. രണ്ടാമത്തത്, ഒരു കർമ്മം നമ്മൾ ചെയ്യുന്നുവെങ്കിൽ ആ കർമ്മം ചെയ്യാൻ, ആ ആരാധന ചെയ്യുവാൻ അള്ളാഹു തആല നമ്മൾ കൽപ്പിച്ചതാണോ അല്ലയോ എന്ന് പരിശോധിക്കണം. പടച്ച റബ്ബ് നമ്മൾ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച കർമ്മങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ, പുണ്യകർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ മാത്രമേ ആ കർമ്മങ്ങളെ അള്ളാഹു തആല സ്വീകരിക്കുള്ളൂ. രണ്ടാമത്തത്. മൂന്നാമത്തെ വിഷയം, നമ്മൾ ചെയ്ത കർമ്മങ്ങളെ നമുക്ക് തോന്നിയ രൂപത്തിൽ ചെയ്താൽ പോരാ, അത് എങ്ങനെ ചെയ്യണമെന്ന് മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവോ അത് അതേ രൂപത്തിൽ പ്രവാചകന്റെ ചര്യ സ്വീകരിച്ചുകൊണ്ട് എങ്ങനെ നമ്മൾ ചെയ്യണമെന്ന് നിർദ്ദേശമോ മാതൃകയായി കാണിച്ചു തന്നോ അതേ രൂപത്തിൽ ചെയ്തെങ്കിൽ മാത്രമേ പടച്ച റബ്ബ് നമ്മിൽ നിന്ന് കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. നാലാമത്തെ വിഷയം, ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അത് ശരിയായ നിയ്യത്ത് വേണം. നമ്മൾ നമസ്കരിക്കുന്നു, തറാവീഹ് നമസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, പക്ഷേ നമ്മുടെ നിയ്യത്ത് ശരിയല്ല എങ്കിൽ, നമ്മുടെ നിയ്യത്ത് ഭൗതികമായ താല്പര്യമാണെങ്കിൽ, മറ്റു താല്പര്യങ്ങളാണെങ്കിൽ, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലകാംക്ഷയല്ല എങ്കിൽ ആ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഏത് കർമ്മവും പടച്ച റബ്ബ് നമ്മൾ സ്വീകരിക്കുന്നത് നമ്മുടെ മനസ്സിലുള്ള നിയ്യത്ത് എന്താണോ ആ നിയ്യത്ത് നോക്കിക്കൊണ്ടാണ്. അപ്പോൾ നാലാമതായിക്കൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ പടച്ച റബ്ബ് സ്വീകരിക്കണമെങ്കിൽ
അതിന് നിയ്യത്ത് വേണം, അഥവാ ശരിയായ വിശ്വാസത്തോടു കൂടി അള്ളാഹുവിൻ്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടുള്ള ആ ഒരു ഉദ്ദേശങ്ങളിൽ മാത്രമേ പടച്ച റബ്ബിൽ നിന്ന് കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. നാലാമത്തെ വിഷയം, ഏത് കർമ്മങ്ങൾ ചെയ്താലും ആ കർമ്മങ്ങൾ സ്വീകരിക്കണമെന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ ഭാഗത്തു നിന്നാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് കഅബ നിർമ്മിച്ചത്. ആ കഅബ പുനർനിർമ്മിച്ച ശേഷം അള്ളാഹുവോട് അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അതുകൊണ്ട് നമ്മൾ ഏത് കർമ്മങ്ങൾ ചെയ്താലും, നോമ്പാകട്ടെ, നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, എന്ത് കർമ്മങ്ങൾ ചെയ്താലും ആ കർമ്മങ്ങൾ സ്വീകരിക്കണമെന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ ഭാഗത്തുണ്ടാവണം. ആറാമതായിക്കൊണ്ട് നമ്മൾ ഏത് കർമ്മങ്ങൾ ചെയ്താലും, നല്ല കർമ്മങ്ങളാണെങ്കിലും അള്ളാഹു തആല കൽപ്പിച്ച കർമ്മങ്ങളാണെങ്കിലും ശരിയായ രൂപത്തിലാണെങ്കിലും ആ കർമ്മങ്ങൾ ഇല്ലാതാക്കി കളയുന്ന ചില തിന്മകളുണ്ട്. പ്രത്യേകിച്ച് അയ്യിബത്ത് പോലെ, നമീമത്ത് പോലെ. നമ്മൾ അയ്യിബത്തും നമീമത്തും നമ്മൾ ചെയ്യുന്നു, പറയുന്നു, ഒപ്പം തന്നെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. എങ്കിൽ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ നമ്മൾ ആരെപ്പറ്റിയാണോ അയ്യിബത്തും നമീമത്ത് പറഞ്ഞത് അവർക്ക് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം എടുത്തു കൊടുക്കുമെന്ന് മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ വളരെ കുറഞ്ഞ കർമ്മങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ആ ചെയ്യുന്ന കർമ്മങ്ങൾ നാളെ പരലോകത്ത് നമുക്ക് ഗുണകരമാകണം, ഫലപ്രദമാകണം, പ്രതിഫലാർഹമാണ്. അതിനെക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് ശരിയായ വിശ്വാസത്തോടു കൂടിയായിരിക്കുക. ആ ചെയ്യുന്ന കർമ്മങ്ങൾ അത് അള്ളാഹു കൽപ്പിച്ച കർമ്മങ്ങളായിരിക്കുക, പ്രവാചകന്റെ മാതൃകയായി കാണിച്ച രൂപത്തിലായിരിക്കുക. അതേപോലെ തന്നെ ആ കർമ്മങ്ങൾ ശരിയായ നിയ്യത്തോടു കൂടിയായിരിക്കുക. ആ കർമ്മങ്ങൾ സ്വീകരിക്കുവാൻ പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായ ദുആ ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ ഈ കർമ്മങ്ങളുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന, ആ പ്രതിഫലം മറ്റുള്ളവർക്ക് ചാർത്തപ്പെടുന്ന, മറ്റുള്ളവർക്ക് നൽകപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുക. ആ നിലയ്ക്ക് നമ്മൾ ചെയ്ത കർമ്മങ്ങൾ പടച്ച റബ്ബിനോട് സ്വീകാര്യയോഗ്യമായ കർമ്മങ്ങളായി തീരാൻ വേണ്ടി നമ്മളൊക്കെ പരിശ്രമിച്ചുകൊണ്ട് ആ നിലയ്ക്ക് കർമ്മങ്ങൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെപ്പോഴും ഈ പരിശുദ്ധമായ ഭവനത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളൊക്കെ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടുന്നത്. വളരെ അനുഗ്രഹീതമായ ഈ സന്ദർഭത്തിൽ നമ്മുടെ ഈ ഭവനം ഇത്രയും കാലം വളരെ മനസ്സിൽ വല്ലാത്തൊരു കുളിർമ തോന്നുകയാണ്. ഈ ഭവനത്തിന് വേണ്ടി പണിയെടുത്ത, ഇതിനു വേണ്ടി സഹകരിച്ച, ഇതിനു വേണ്ടി മുൻകൈയെടുത്ത എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മഹത്തായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ദുആ ചെയ്യാം. ഈ മസ്ജിദിനെ ഇതേപോലെ പവിത്രമായിക്കൊണ്ട് എന്ന് നിലനിർത്തുവാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നമ്മളെല്ലാ നിലക്കുമുള്ള സഹകരണം, പിന്തുണയും എല്ലാ വിഷയത്തിലും നമ്മൾ നൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സന്തോഷത്തോടു കൂടി പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൊണ്ടുമാറാകട്ടെ. നമ്മുടെ നോമ്പും നമ്മുടെ ദാനധർമ്മങ്ങളും നമ്മുടെ ആരാധനാക്രമങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ദുരന്തങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, മാറാ രോഗങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين وسلام على المرسلين الحمد لله رب العالمين السلام عليكم ورحمة الله.